വൈഭവ് സൂര്യവംശി 14-കാരനായിട്ടുള്ള നിലവിലെ ഇന്ത്യൻ സെൻസേഷനാണ്. എവിടെ കളിച്ചാലും സെഞ്ചുറി. അത് ഇന്ത്യ എ ടീമിലോ അണ്ടർ 19-ലോ ഇപ്പം വിജയ് ഹസാരയിൽ ബീഹാറിന് വേണ്ടി ഒക്കെ കളിച്ച് മികച്ച പെർഫോമൻസ് നടത്തി വലിയ പ്രതീക്ഷകൾ നൽകുന്നൊരു താരമാണ്. കഴിഞ്ഞ IPL തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. രാജസ്ഥാന് വേണ്ടിയിട്ട് ആ ഒരു അതിവേഗ സെഞ്ചുറി, അദ്ദേഹത്തിൻ്റെ ആ ഒരു അതിവേഗത എല്ലാ മത്സരത്തിലും കാണുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ചുമ്മാ സെഞ്ചുറി അടിച്ച് പോവുമല്ല, വെടിക്കെട്ട് പെർഫോമൻസും മികച്ച സ്ട്രൈക്ക് റേറ്റ്, ഏതാണ്ട് 200-നടുത്തൊക്കെ സ്ട്രൈക്ക് റേറ്റിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പല സെഞ്ചുറികളും ഇറക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ 14-ാമത്തെ വയസ്സിൽ ഞാനൊക്കെ എന്ത് ചെയ്യുവാണെന്ന് ഞാൻ ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്കും അടുത്ത വർഷം 10ാം ക്ലാസ്സാണ്, പബ്ലിക് എക്സാമാണ്, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യായിരിക്കും. ബഹുഭൂരിപക്ഷം വീഡിയോ കാണുന്ന പലരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിവേ, സൂര്യവംശി അങ്ങനെയല്ല. ഇപ്പോൾ രാജ്യത്തെ കുട്ടികൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു സിവിലിയൻ പുരസ്കാരം കൂടി അദ്ദേഹത്തിന് ലഭിക്കുന്നു. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാറാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കമൻറ്റ് ബോക്സുകൾ പല സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നൊരു കാര്യമാണ്. ഇപ്പം ബീഹാറിൽ നിന്നുള്ളതാണ്, നോർത്ത് ഇന്ത്യക്കാർ പലരും ഏജ് തട്ടിപ്പുകൾ നടത്തുക. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പ്രായം 14 അല്ല. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ റാഷിദ് ഖാനെയോ അല്ലെങ്കിൽ പല പ്ലേയേഴ്സിനെ കളിയാക്കുന്നത് പോലെ ഒരു വലിയ തോതിലുള്ള ഡിഫറൻസ് അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ ഉണ്ടാകുമെന്നുള്ളതൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷേ നമുക്ക് ശരിയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. കാരണം ഏജ് ഫ്രോഡ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ സ്പോർട്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ക്രിക്കറ്റിലല്ല, പല സ്പോർട്സിലാണെങ്കിലും അത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വൈഭവ് സൂര്യവംശിയുടെ ഒരു കേസിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ബോൺ ടെസ്റ്റ് മുമ്പ് തന്നെ നടത്തിയിട്ടുള്ളതാണ് എന്നുള്ളത്, BCCIയുടെ സൈഡിൽ നിന്ന് നടത്തിയിട്ടുള്ളതാണ് എന്നുള്ളത് ഒരു കൺഫേംഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ബോൺ ടെസ്റ്റ് വരുമ്പോഴും +1 +2 അങ്ങനെ ഒരു രീതിയിലൊക്കെ വരാം. കാരണം ഇത് വളരെ ആക്യുറേറ്റഡ് അല്ല. ബോൺ ടെസ്റ്റിൽ കാണിക്കുന്നതിൽ നിന്ന് +2 -2 അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് വരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് പ്രൂവ് ചെയ്യാവുന്ന തരത്തിലുള്ള മറ്റ് ചില കാര്യങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ചിത്രം ഐസിങ് പൂനെ സൂപ്പർ ജയൻറ്റിൻ്റെ ഒരു മത്സരം കാണാൻ വൈഭവ് പോയപ്പോൾ ഉള്ളതാണ്. ഇതിൽ 5 or 6 വയസ്സാണുള്ളത്. അതായത് പൂനെ IPL കളിച്ചുള്ളത് ആകെ 2 വർഷം മാത്രമാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാം ഈ ഒരു പ്രായം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ 2020 ബീഹാറിൽ നടന്നിട്ടുള്ള ഏതോ ലോക്കൽ ടൂർണമെൻറ്റിലുള്ളൊരു ചിത്രമാണ്. ഈ ഒരു ചിത്രം കാണുമ്പോഴും നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന് 9 or 10 വയസ്സൊക്കെ ഉള്ളൂ മാക്സിമം കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇൻസ്റ്റാഗ്രാം ചിത്രമാണിത്. ഇതിലൊക്കെ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. ഇപ്പം കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു +1 കാണുമായിരിക്കും. അതിനപ്പുറത്തേക്കുള്ള ഒരു ഏജ് തട്ടിപ്പൊന്നും ഇദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് ഇല്ല എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കാണ് പലരും പറയുന്നൊരു കാര്യം. അതായത് ഇദ്ദേഹത്തിന് ഈ ഒരു പ്രായത്തിൽ ഇത്രയും വലിയൊരു ഫിസിക്കോ, ചിലപ്പോൾ നമുക്ക് ആ പ്രായത്തിൽ ഇതിനേക്കാളിലൊക്കെ ചോട്ടായിരിക്കും, ശരിയാണ്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നിങ്ങളുടെ ക്ലാസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലോ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാകും. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെക്കാൾ നല്ല ഫിസിക്കും വലിയ ചേട്ടന്മാരാണെന്നൊക്കെ തോന്നിപ്പിക്കുന്നത്. അപ്പം ആ ഒരു തരത്തിലായിക്കൂടെ ഇത് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ആണെങ്കിൽ ഈ ഒരു ഫിസിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്പോർട്സ് കരിയറിന് ഏറ്റവും മികച്ച കാര്യം തന്നെയാണ്. എന്താണെങ്കിലും നേഷൻ്റെ ഒരു പ്രൈഡ് തന്നെയാണ് ഇദ്ദേഹം ഇപ്പോൾ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. 15 വയസ്സായതിനു ശേഷം അദ്ദേഹത്തിന് നാഷണൽ ഡെബ്യൂ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും, സീനിയർ ടീമിനൊക്കെ വേണ്ടിയിട്ട്. അതാണല്ലോ നിലവിലത്തെ ഒരു റൂളുള്ളത്. അപ്പം ഇതിലിപ്പോൾ അദ്ദേഹത്തെ ഏജ് ഫ്രോഡ് എന്ന നിലയിൽ ഈ ഒരു പ്രായത്തിൽ ബുള്ളി ചെയ്യുന്നതിന് വലിയ കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നിലവിൽ അദ്ദേഹത്തിനുള്ള ഒരു ഫോമും അല്ലെങ്കിൽ അദ്ദേഹം കാഴ്ചവെക്കുന്ന പ്രകടനം തുടർന്നും അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു വലിയ കരിയർ അദ്ദേഹത്തിന് ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒരു കരിയർ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. നാച്ചുറലി ടാലൻറ്റഡ് ആണ് അദ്ദേഹത്തിന്. ഇനി മുന്നോട്ട് ആ ഒരു ഹൈപ്പിനനുസരിച്ചുള്ള പ്രകടനം മുമ്പോട്ടും കാഴ്ചവെക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പൂസ് സൈനിയോ.